الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയുള്ള ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെയും അതിലുള്ള സകല കാര്യങ്ങളും സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യമായി പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹുവിനെ കുറിച്ച് പഠിക്കലാണ്, അറിയലാണ് എന്നതാണ്. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്നതിലൂടെ ഒരു മനുഷ്യൻ്റെ ഇഹപര ജീവിതത്തിൻ്റെ സൗഖ്യം അത് മുഖേന സാധ്യമാകും. ഒരാൾ പഠിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രാമുഖ്യം കൊടുക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനാണ്. പലപ്പോഴും ആളുകൾ ധാരാളം സമ്പത്തും സമയവും ആരോഗ്യവുമെല്ലാം ചെലവഴിക്കുന്നുണ്ട് പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പല പല കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി കൂടുതൽ സാധ്യതകളുള്ള മേഖലകൾ തേടി അതിനുവേണ്ടി ധാരാളം സമ്പത്ത് ചിലവഴിക്കുന്നു. അതേപോലെ തന്നെ സമയം ചിലവഴിക്കുന്നു. പക്ഷേ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് പോലെ ആകാശഭൂമികളെ മുഴുവനും സൃഷ്ടിച്ചത് അതിൻ്റെ പ്രഥമമായ ലക്ഷ്യം അള്ളാഹുവിനെ കുറിച്ച് അറിയാനാണെന്നാണ്. അത് പലപ്പോഴും ആളുകൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർദി മിസ്ലഹുൻ. അള്ളാഹു അവൻ 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ്, അതേപോലെ ഭൂമിയെയും. യതനസ്സലുൽ അംറു ബൈനഹുന്ന. എന്നിട്ട് അള്ളാഹു ആകാശഭൂമികൾക്കിടയിൽ വഹയി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്, പരിശുദ്ധ ഗ്രന്ഥങ്ങൾ ഇറക്കുന്നു, അമ്പിയാക്കളെ നിയോഗിക്കുന്നു. ഇതെല്ലാം ചെയ്തത് ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. ലിതഅലമു, നിങ്ങൾ മനസ്സിലാക്കാനാണ്, നിങ്ങൾ അറിയാനാണ്, നിങ്ങൾ പഠിക്കാനാണ് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ ഇൽമിനെ സംബന്ധിച്ച്, അവൻ്റെ കഴിവിനെ സംബന്ധിച്ച് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനാണ് എന്ന് ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചത്. അതേപ്രകാരം പരിശുദ്ധ ഗ്രന്ഥങ്ങൾ ഇറക്കിയത്, അംബിയാ മുർസലീങ്ങളെ നിയോഗിച്ചത്, സ്വർഗനരകങ്ങളെല്ലാം തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആരാണോ അള്ളാഹുവിനെ യഥാവിധം അറിയുന്നത്, അറിഞ്ഞാൽ മാത്രമേ അള്ളാഹുവിനെ യഥാവിധം സ്നേഹിക്കാൻ ഒരാൾക്ക് സാധിക്കുകയുള്ളൂ. ഏതൊരു കാര്യത്തെയും
അതിനോട് നമുക്ക് ഇഷ്ടവും താല്പര്യവും ഉണ്ടാകുന്നത് അതിനറിയുമ്പോൾ മാത്രമാണ്. അറിവാണ് അതിനോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് അള്ളാഹുവിനെ അറിയുക എന്നുള്ളത് അനിവാര്യമാണ്. എങ്ങനെയാണ് ഒരാൾക്ക് അള്ളാഹുവിനെ അറിയാൻ സാധിക്കുക? ഇത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്താണോ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു നൽകുന്നത് അത് മുഖേന മാത്രമാണ്. അള്ളാഹു അവനെക്കുറിച്ച് പഠിപ്പിക്കാൻ പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ധാരാളം അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, ഇത് കൃത്യമായി അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതിലൂടെ മാത്രമേ ഒരാൾക്ക് അള്ളാഹുവിനെ യഥാവിധം അറിയാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഒരാൾ അറിയുന്ന അറിവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും. അതുകൊണ്ട് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ല പറഞ്ഞത് കാണാം, അൽ ഇൽമു നാഫിഅ, നാഫിആയ പ്രയോജനമുള്ള ഇൽമ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രഭാതത്തിലും അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അള്ളാഹുവേ എനിക്ക് നീ ഇൽമുൻ നാഫിഅ, പ്രയോജനകരമായ ഇൽമ് നൽകണമേ എന്ന് നബി ദിനേന പ്രഭാതത്തിൽ അള്ളാഹുവിനോട് ചോദിക്കുമായിരുന്നു, ദുആ ചെയ്യുമായിരുന്നു. എന്താണ് ഒരാൾക്ക് പ്രയോജനകരമായ ഇൽമ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇബ്നു റജബ് അൽ ഹംബലി അതിനെ വിശദീകരിക്കുകയാണ്. മാ അറഫൽ അബ്ദ ബി റബ്ബി, ഒരടിമക്ക് ആരാണ് തൻ്റെ റബ്ബ് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന, എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഇൽമ് ഏതാണോ അതാണ് നാഫിആയ പ്രയോജനകരമായ ഇൽമ്. വദല്ലഹു അലൈ, അള്ളാഹുവിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ഇൽമ് ഏതാണോ അതാണ്. ഹത്താ അറഫഹു വവഹദഹു വഅനിഫ ബി, അങ്ങനെ അവൻ അള്ളാഹുവിനെ അറിയുന്നു, അവൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുന്നു, അവനിൽ ആശ്വാസം കണ്ടെത്തുന്നവനായി മാറുന്നു. വസ്തഹയ മിൻ ഖുർബിഹി, അള്ളാഹുവിൻ്റെ സാമീപ്യം കൊണ്ട് അവൻ ലജ്ജയുള്ളവനാകുന്നു, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നു. വഅബദഹു കഅന്നഹു യറാ, അങ്ങനെ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നത് പ്രകാരം അവൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു. ഇതിന് ഒരാളെ സഹായിക്കുന്ന ഇൽമ് ഏതാണോ ആ ഇൽമാണ് പ്രയോജനകരമായ ഇൽമ് എന്ന് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി പഠിപ്പിക്കുകയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നത് കാണാം, അത്യബു മാ ഫിദ് ദുനിയ മഅരിഫതുഹു സുബ്ഹാനഹു വമഹബ്ബതുഹു, ദുനിയാവിൽ ഏറ്റവും സവിശേഷമായ ഏറ്റവും ആസ്വാദ്യകരമായ കാര്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇതാണ്, അള്ളാഹുവിനെ അറിയുക, അവനെ സ്നേഹിക്കുക. ഒരു മനുഷ്യന് ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം, സമാധാനം, ആശ്വാസം അല്ലെങ്കിൽ രസം ഇത് ഏതാണെന്ന് ചോദിച്ചാൽ കുറേ സമ്പത്തുണ്ടാവുക എന്നുള്ളതല്ല. സമ്പത്തുള്ള ധാരാളം ആളുകളുണ്ടാവും, പക്ഷെ അവർക്ക് സമാധാനം ലഭിക്കണമെന്നില്ല. അതേപോലെ സ്ഥാനമാനങ്ങൾ ഉള്ളവരുണ്ടാകും, അവർക്ക് ഈ പറയുന്ന സമാധാനം ലഭിക്കണമെന്നില്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഭൂമിയിൽ ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ കാര്യം, അവന് സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന, ആസ്വാദ്യകരമായ കാര്യം അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. അതേപോലെ അവനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു, അലദ്ദു മാ ഫിൽ ജന്ന, ഇനി മരിച്ച് പരലോകത്തിലെത്തി സ്വർഗത്തിൽ പ്രവേശിച്ചാൽ അവിടെ ഏറ്റവും വിശിഷ്ടമായി അവനക്ക് രസം നൽകുന്ന, സന്തോഷം നൽകുന്ന കാര്യം ഏതാണ്? അത് റുഅ്യതുഹു വ മുശാഹദതു, അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ്. അവിടെയും സ്വർഗത്തിൽ ലഭിക്കുന്ന ധാരാളം അനുഭൂതികൾ ഉണ്ടാകും, അവന് അനുഗ്രഹങ്ങൾ ഉണ്ടാകും, ഭക്ഷണമായി, പാനീയങ്ങളായി, അതേപോലെ തന്നെ മറ്റു പല വിഭവങ്ങളായി. ഇതൊന്നുമായിരിക്കില്ല, അവന് ഏറ്റവും സന്തോഷം നൽകുന്നത് സ്വർഗത്തിലും അള്ളാഹുവിനെ കാണുക എന്നുള്ളതായിരിക്കും. അപ്പൊ അള്ളാഹുവിനെ പഠിക്കുക, മനസ്സിലാക്കുക, സ്നേഹിക്കുക എന്നതാണ് ഭൂമിയിൽ ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും സന്തോഷകരമായ കാര്യം. അതുകൊണ്ടാണ് ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഭൂമിയിൽ ഒരു സ്വർഗമുണ്ട്, അതിലാരാണോ പ്രവേശിച്ചവൻ അവനെ ആഖിറത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ഭൂമിയിലെ സ്വർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയലാണ്, അവനെ തിരിച്ചറിയലാണ്, അവനെ സ്നേഹിക്കാൻ സാധിക്കലാണ്. സലഫുകൾ, ഒന്നിലധികം സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, നാം അനുഭവിക്കുന്ന സന്തോഷം അതിനെക്കുറിച്ച് ഇവിടെയുള്ള രാജാക്കന്മാരറിഞ്ഞിരുന്നെങ്കിൽ അത് പിടിച്ചു വാങ്ങാൻ അവർ ഞങ്ങളോട് യുദ്ധം ചെയ്യുമായിരുന്നു. കാരണം അത് അള്ളാഹുവിനെ അറിയുന്നതിലൂടെ, മനസ്സിലാക്കുന്നതിലൂടെ അവനോടുള്ള സ്നേഹം ഒരാൾക്കുണ്ടാകുന്നു. ആ സ്നേഹത്തിലൂടെ അവൻ രസം കണ്ടെത്തുന്നു. അതിനാണ് ഇമാം ഇബ്നുൽ അറബി റഹിമഹുല്ലാഹ് പറഞ്ഞു,
ഷറഫുൽ ഇൽമി ബി ഷറഫിൽ മഅലൂം. ഒരു അറിവിൻ്റെ, ഒരു വിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത അത് ആ വിജ്ഞാനം മുഖേന എന്താണോ പഠിക്കപ്പെടുന്നത്, ഏത് കാര്യത്തെക്കുറിച്ചാണോ പഠിക്കുന്നത്, അതിൻ്റെ ശ്രേഷ്ഠതക്കനുസരിച്ചാണ് ആ വിജ്ഞാനത്തിന് ശ്രേഷ്ഠത ഉണ്ടാവുക. വൽ ബാരി അഷ്റഫുൽ മഅലൂമാത്ത്, അറിയപ്പെടാനുള്ള കാര്യങ്ങളിൽ, പഠിക്കപ്പെടുന്ന കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് വൽ ഇൽമു ബി അസ്മാഇഹി അഷ്റഫുൽ ഉലൂം, അല്ലാഹുവിൻ്റെ നാമങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്, അവൻ്റെ ഗുണങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്, അതാണ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനം എന്ന് ഇമാം ഇബ്നുൽ അറബി റഹിമഹുല്ലാ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലുമെല്ലാം തന്നെ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന, അവൻ്റെ അസ്മാകളും സിഫാത്തുകളും പറയുന്ന ധാരാളം ആയത്തുകളുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ ഏത് പേജ് എടുത്തു നോക്കിയാലും കാണാം, ഏത് സൂറത്തെടുത്തു നോക്കിയാലും കാണാം, ധാരാളക്കണക്കിന് അസ്മാകളും സിഫാത്തുകളുമുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് പ്രത്യേകം പരിചയപ്പെടുത്തുന്ന ആയാത്തുകൾ, അതേപോലെ തന്നെ സൂറത്തുകൾ, ഇതിന് വലിയ ശ്രേഷ്ഠതയുമുണ്ട്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു സംഘം ആളുകളെ ഒരു യാത്രയ്ക്ക് നിയോഗിച്ചു. അതിലുള്ള അമീർ അവരെ കൊണ്ട് നമസ്കരിക്കുമ്പോൾ നമസ്കാരത്തിൽ ഫാത്തിഹ പാരായണം ചെയ്യും. എന്നിട്ട് ഏതെങ്കിലും ഒരു സൂറത്ത് ഓതും. സൂറത്ത് ഓതിയതിനു ശേഷം അവസാനം സൂറത്തുൽ ഇഖ്ലാസ് വീണ്ടും ഓതും. എല്ലാ റക്അത്തുകളിലും അങ്ങനെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് അദ്ദേഹം അവസാനിപ്പിക്കും. അതുകൊണ്ടേ അവസാനിപ്പിക്കും. അങ്ങനെ അവർ തിരികെ വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം പറഞ്ഞു. നബിയെ, ഇദ്ദേഹം ഇങ്ങനെയാണ് നമസ്കാരത്തിൽ ചെയ്യുന്നത്, ഏത് സൂറത്ത് ഓതിയാലും ഒടുവിൽ എന്ത് ചെയ്യും? സൂറത്തുൽ ഇഖ്ലാസ് ഓതും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലിഅന്നഹാ സിഫത്തുർ റഹ്മാൻ ഫഅന ഉഹിബ്ബു അൻ അഖറഅ ബിഹാ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നുള്ള ഈ സൂറത്ത് ഇത് റഹ്മാനായ അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ, വിശേഷണങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന സൂറത്താണ്. അതുകൊണ്ട് അത് നിരന്തരം പാരായണം ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്ബിറൂഹു അന്നല്ലാഹ യുഹിബ്ബു, എന്നാൽ അവനക്ക് പറഞ്ഞു കൊടുക്കുക അള്ളാഹു അവനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സൂറത്തുകൾക്ക് വലിയ പ്രത്യേകതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, പരിശുദ്ധ ഖുർആനിൻ്റെ 1/3 പാരായണം ചെയ്യുന്നതിന് തുല്യമാണ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനിലെ ആയാത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ്? ആയത്തുൽ കുർസിയാണ്. ഏറ്റവും ആദമായ ശ്രേഷ്ഠതയുള്ള ആയത്ത് ആയത്തുൽ കുർസിയാണ്. കാരണം അതിൽ പഠിപ്പിക്കപ്പെടുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചാണ്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്, അള്ളാഹുവിൻ്റെ അസ്മാകളെ കുറിച്ചാണ് അവിടെ പരാമർശിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അള്ളാഹുവിന് ധാരാളം ഇസ്മുകളുണ്ട്, പേരുകളുണ്ട്. എത്ര പേരുണ്ട് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. എണ്ണിയാലൊടുങ്ങാത്ത ധാരാളക്കണക്കിന് പേരുകളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പേരുകളെല്ലാം തന്നെ ഏറ്റവും അങ്ങേയറ്റം സുന്ദരങ്ങളായ ഹുസ്നയായ നാമങ്ങളാണ് അള്ളാഹുവിനുള്ളത്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ പേരുകളും വിശേഷണങ്ങളും അത് തുല്യതയില്ലാത്തവകളാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അവന് പ്രത്യേകമായവകളാണ്. അള്ളാഹു അവനിട്ടിരിക്കുന്ന പേരുകൾ കൊണ്ട് അവനെ വിളിക്കണം. അള്ളാഹുവിന് മോശം പേരുകൾ വിളിക്കുന്ന ആളുകളുണ്ട്. നഊദു ബില്ലാഹ്. കാളയ്ക്കും പശുവിനും പട്ടിക്കും പന്നിക്കുമെല്ലാം വിളിക്കുന്ന പേരുകൾ, നഊദു ബില്ലാഹ്. അല്ലെങ്കിൽ ഏതെങ്കിലും കല്ലുകൾക്ക്, വിഗ്രഹങ്ങൾക്ക്, ത്വാഗൂത്തുകൾക്ക് വിളിക്കുന്ന പേരുകൾ അള്ളാഹുവിന് വിളിക്കുന്ന ആളുകളുണ്ട്. അത് കഠിനമായ തിന്മയാണ്. അള്ളാഹുവിന് അള്ളാഹു ഇട്ടിരിക്കുന്ന വിശിഷ്ടങ്ങളായ നാമങ്ങളുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ അഭിസംബോധന ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ ശരിയായ അർത്ഥതലം അള്ളാഹുവിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഒരാളോട് പറയാം, ദാ ഇത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ് എന്ന് മലയാളത്തിൽ ആ വിശേഷണങ്ങൾ പറയാം, അത് കുഴപ്പമില്ല. പക്ഷേ അള്ളാഹു എന്നുള്ള നാമത്തിന് തുല്യമായി അള്ളാഹു പഠിപ്പിക്കാത്ത വേറെ ഏതെങ്കിലും നാമങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വിശിഷ്ടങ്ങളായ നാമങ്ങളെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളത്, മനസ്സിലാക്കുക എന്നുള്ളത് വിശ്വാസികൾക്ക് അനിവാര്യമായ കാര്യമാണ്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീക്ക് നൽകട്ടെ.
وأقول قولي هذا وأستغفر الله لي ولكم فاستغفروا إنه هو الغفور الرحيم. الحمد لله رب العالمين صلى الله وسلم على نبينا محمد وآله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരാൾ പഠിക്കുന്ന വിജ്ഞാനങ്ങളിൽ, അറിവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ അസ്മാഉകൾ, അവൻ്റെ നാമങ്ങൾ, അവൻ്റെ വിശേഷണങ്ങൾ, ഇത് പഠിക്കുക എന്നുള്ളതാണ്. ധാരാളം ആളുകൾ അള്ളാഹു അവനെക്കുറിച്ച് പരിചയപ്പെടുത്തിയ ധാരാളം സിഫാത്തുകൾ നിഷേധിക്കുന്നവരുണ്ട്, നമ്മുടെ നാടുകളിൽ തന്നെയുണ്ട്. അള്ളാഹു അവനെക്കുറിച്ച് പഠിപ്പിക്കാനാണ്, ജനങ്ങളെ മനസ്സിലാക്കാനാണ് ആകാശഭൂമികളെ തന്നെ സൃഷ്ടിച്ചത്, കിതാബുകൾ ഇറക്കിയത്, അമ്പിയാക്കളെ നിയോഗിച്ചത് എന്ന് ഖുർആൻ പറയുകയാണ്. പക്ഷേ അള്ളാഹു അവനെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്ന ചില നാമങ്ങൾ അല്ലെങ്കിൽ വിശേഷണങ്ങൾ എടുത്തിട്ട് ആളുകൾ പറയും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തവകളാണ്, കെട്ടിക്കുടുക്കുകളുള്ളവകളാണ്, അതുകൊണ്ട് നാം അതിനെ മനസ്സിലാക്കേണ്ടതില്ല അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട് എന്നെല്ലാം പറയുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ വളരെ സുവ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കൽ അനിവാര്യമാണ്. ഒരാളുടെ ഈമാൻ ശരിയായ രീതിയിൽ എത്തിച്ചേരാൻ, യഥാവിധം അള്ളാഹുവിന് സുജൂദുകൾ അർപ്പിക്കാൻ, ഇബാദാത്തുകൾ ചെയ്യാൻ ഏറ്റവും സഹായകരമായ കാര്യം അള്ളാഹുവിൻ്റെ അസ്മാഉകളും സിഫാത്തുകളും പഠിക്കലാണ്. ഒരാൾ അള്ളാഹുവിൻ്റെ അസ്മാഉകളെയും സിഫാത്തുകളെയും യഥാവിധം പഠിച്ചാൽ അവൻ ഇബാദത്ത് ചെയ്യുന്നത് പോലെ ആയിരിക്കുകയില്ല അത് പഠിക്കാത്തവൻ്റെ ഇബാദത്ത്. രണ്ടും വലിയ വ്യത്യാസമുണ്ടാകും. ഇത് ഉലമാക്കൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് വളരെ സുവ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് കാണാം, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് അസ്മാഉൽ ഹുസ്നയുണ്ട്, ഏറ്റവും സുന്ദരങ്ങളായ നാമങ്ങളുണ്ട്. ഫദ്ഉഹു ബിഹാ, അതുകൊണ്ട് അതുപയോഗിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു കൊള്ളുക, അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക. വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അള്ളാഹുവിന്റെ നാമങ്ങളിൽ കൃത്രിമത്വം കാണിക്കുന്ന ആളുകളെ താങ്കൾ ഉപേക്ഷിച്ച് കളയുക. അള്ളാഹുവിന് അവൻ പഠിപ്പിച്ച അസ്മാഉകളുണ്ട്, ഹുസ്നകളായ സുന്ദരങ്ങളായ നാമങ്ങളുണ്ട്. അത് വിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ അസ്മാഉകളിൽ കൃത്രിമത്വം കാണിക്കുന്ന ആളുകളുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായി അങ്ങനെയുള്ള ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ താങ്കൾ ഉപേക്ഷിച്ച് കളയുക, അള്ളാഹുവിന് അവന്റെ പേര് കൊടുക്കുക. സയുജ്സൗന മാ കാനൂ യഅമലൂൻ, അങ്ങനെയുള്ളവർക്ക് അവരുടെ പ്രവർത്തിക്കുള്ള പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി 99 ഇസ്മ, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. 99 നാമങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ 99 നാമങ്ങളെ ഉള്ളൂ എന്നല്ല, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ആ നാമങ്ങളുടെ വിശേഷം പറയുകയാണ്. ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അള്ളാഹുവിന് 99 നാമങ്ങളെ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല. എൻ്റെ കയ്യിൽ സ്വതക്ക കൊടുക്കാൻ 100 രൂപയുണ്ട് എന്ന് പറഞ്ഞാൽ സ്വതക്ക കൊടുക്കാൻ 100 രൂപയുണ്ട്, അതല്ലാത്ത വേറെയും ഉണ്ടാകാം എന്ന് പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ ഈ 99 നാമങ്ങളുടെ പ്രത്യേകത മാത്രമാണ് അവിടെ പറയുന്നത്. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ്? മൻ അഹ്സാഹ, ആരെങ്കിലും അതിനെ ഇഹ്സാ ചെയ്താൽ, ശരിയായി ഗ്രഹിച്ചാൽ, അതിനെ അവൻ ഉൾക്കൊണ്ടാൽ, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരെങ്കിലും ശരിയാവിധം അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ ഇഹ്സാ ചെയ്താൽ, ഇഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പദങ്ങൾ അവൻ മനഃപ്പാഠമാക്കണം, അതിൻ്റെ അർത്ഥതലങ്ങൾ അവൻ മനസ്സിലാക്കണം, അതിൻ്റെ ആശയങ്ങളുണ്ടാകും, അത് അറിയിക്കുന്ന കാര്യങ്ങളുണ്ടാകും, അതെന്താണെന്ന് അറിയണം. അതേ പ്രകാരം തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇതിനാണ് ഇഹ്സാ എന്ന് പറയുക. ഇത് ചെയ്താൽ ഒരാൾ വിജയിച്ചു, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. എന്താണ് അതിന് കാരണം? അതിന് കാരണം ഇത് യഥാവിധം പഠിച്ചവൻ തൗഹീദ് ഉൾക്കൊണ്ടു എന്നാണ് അർത്ഥം. തൗഹീദിനെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ, മുൻഗാമികൾ തൊട്ട്, സലഫ് സ്വാലിഹീങ്ങൾ തൊട്ട് ഇങ്ങോട്ട് തൗഹീദിനെ 3 വിഭാഗങ്ങളായി പഠിപ്പിക്കുന്നുണ്ട്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന് അംഗീകരിക്കലാണ്, അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്തിനെ അംഗീകരിക്കലാണ്. സൃഷ്ടാവും ഉടമസ്ഥനും പരിപാലകനുമായി, മരിപ്പിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമായി അള്ളാഹുവിൻ്റെ ഇതുപോലുള്ള അഫ്ആലുകളുണ്ട്, പ്രവർത്തികളുണ്ട്. ഇതിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുക, അതിന് തൗഹീദുർ റുബൂബിയ്യത്ത് എന്നാണ് പറയുക.
അപ്പോൾ അള്ളാഹുവിന്റെ ഇതുപോലുള്ള നാമങ്ങളിലൂടെ റുബൂബിയ്യത്ത് ഒരാൾക്ക് പഠിക്കാൻ സാധിക്കും. അള്ളാഹു മാത്രമാണ് ഖാലിഖ്, സൃഷ്ടാവ്. അവൻ മാത്രമാണ് മുദബ്ബിർ, ഉടമസ്ഥൻ, പരിപാലകൻ, ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ. തൗഹീദുർ റുബൂബിയ്യത്ത് ഒരാൾക്ക് അള്ളാഹുവിന്റെ ഇസ്മുകൾ പഠിക്കുന്നതിലൂടെ സാധിക്കാം. രണ്ടാമത്തെ ഇനം തൗഹീദുൽ ഉലൂഹിയ്യത്താണ്. എന്ന് പറഞ്ഞാൽ ആരാണോ എന്റെ സൃഷ്ടാവ്, എന്റെ ഉടമസ്ഥൻ, എന്റെ പരിപാലകൻ, എന്നെ ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ, എനിക്ക് റിസ്ക് നൽകുന്നവൻ, എനിക്ക് നിയമങ്ങൾ നിർമ്മിച്ചു നൽകുന്നവൻ, അവന് മാത്രമേ ഞാൻ ഇബാദാത്തുകൾ സമർപ്പിക്കുകയുള്ളൂ. എന്റെ പ്രാർത്ഥനകളും എന്റെ നേർച്ചകളും എന്റെ ദുആകളും നമസ്കാരവും നോമ്പും സക്കാത്തും ഇബാദാത്തുകളുടെ ഇനങ്ങൾ മുഴുവനും ഞാൻ അള്ളാഹുവിന് കൊടുക്കുകയുള്ളൂ. ഇതിനാണ് തൗഹീദുൽ ഉലൂഹിയ്യത്ത് എന്ന് പറയുന്നത്. അള്ളാഹ് എന്നുള്ള നാമം തന്നെ അത് പഠിപ്പിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഇബാദത്ത് ചെയ്യപ്പെടേണ്ടവൻ ആരാണെന്ന് പഠിപ്പിക്കുന്നതാണ് അള്ളാഹ് എന്നുള്ളതായ അള്ളാഹുവിന്റെ നാമം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ള ആരാധ്യർക്കിടുന്ന പേരുകൾ അള്ളാഹുവിനിടാൻ പറ്റൂല. അള്ളാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇബാദത്ത് ചെയ്യപ്പെടുന്നവന് പറയുന്ന പേരാണ്. അതല്ലാതെ ഏതെങ്കിലും പശുക്കൾക്കോ അല്ലെങ്കിൽ കല്ലുകൾക്കോ താകൂത്തുകൾക്കോ പറയുന്ന പേര് അള്ളാഹുവിന് പറ്റൂല. അതൊരിക്കലും സമമായി തീരുകയില്ല. അപ്പോ തൗഹീദുൽ ഉലൂഹിയ്യത്തും അസ്മാ സിഫാത്തുകൾ പഠിക്കുന്നതിലൂടെ സാധ്യമാകും. തൗഹീദിന്റെ മൂന്നാമത്തെ ഇനം തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ നാമങ്ങളും അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലും എന്താണോ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചത് അതുപ്രകാരം അതിന് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കാതെ, അതിന് നിഷേധിക്കാതെ, അതിന് തുല്യമായി വേറെ ഏതെങ്കിലും ഒന്നിലേക്ക് ചേർക്കാതെ യഥാവിധം വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ തൗഹീദിന്റെ മൂന്നിനങ്ങളും അസ്മാഉ സിഫാത്ത് പഠിക്കുന്നതിലൂടെ സാധ്യമാകും എന്നുള്ളതിനാലാണ് ആരാണോ ഈ ഇസ്മുകൾ പഠിക്കുന്നവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولوالدينا كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعزنا وأعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.